ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാനായി ഫരിസേയരും നിയമജ്ഞരും യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ കരുണയോടെ ആ സ്ത്രീയെ രക്ഷിക്കുന്ന യേശുനാഥനെയാണ് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. പലപ്പോഴും ഏറ്റവും വലിയ കരുണയുടെ അടയാളമായി, ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി, ദൈവത്തിൻ്റെ ക്ഷമയുടെ അടയാളമായി, അല്ലെങ്കിൽ പാപങ്ങൾ ക്ഷമിക്കുന്ന ഈശോയുടെ ഒരു അടയാളമായി നമ്മൾ കാണുന്നൊരു സുവിശേഷ ഭാഗമാണ് ഈ ഭാഗം. അപ്പോൾ ഈ തപസ് കാലത്ത് ഈ സുവിശേഷം നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? ഇന്ന് ഈശോയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ജനക്കൂട്ടം, ഫരിസേയരും നിയമജ്ഞരും, അവരുടെ മധ്യ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. അപ്പോൾ അവളിപ്പോൾ നിൽക്കുന്നത് മരണത്തിൻ്റെയും ജീവൻ്റെയും ഇടയിലാണ്. ഇവളെ കൊല്ലണമെന്നോ രക്ഷിക്കണമെന്നോ തീരുമാനിക്കേണ്ടത് ഈശോയാണ്. ഈശോയ്ക്കാണ് അവർ ആ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഈശോയ്ക്ക് നൽകിയത് ഈശോയെ വാക്കിൽ കൊടുക്കുവാനും കൂടെയാണ്. കാരണം അവളെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അവളെ കൊല്ലാൻ പ്രേരിപ്പിച്ചു എന്ന കാരണത്താൽ റോമ സൈന്യം ചിലപ്പോൾ ഈശോയെ അറസ്റ്റ് ചെയ്യും. ഇനി അവളെ കൊല്ലരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ ഇവർക്ക് കല്ലെറിയാം. അപ്പം അങ്ങനെ ഈശോയെ കൊടുക്കാനും ഈ സ്ത്രീയെ കൊടുക്കാനും വേണ്ടിയാണ് ഈ മനുഷ്യരോട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ മനുഷ്യരുടെ കയ്യിൽ കുറേ കല്ലുകളുണ്ട്. ആ കല്ലുകൾ ഇവളുടെ പാപം, അവൾ ചെയ്ത പാപത്തെ ഓർത്ത് അവളെ എറിയാനുള്ള കല്ലുകളാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ഇവളുടെ പാപത്തെക്കുറിച്ച് ഓർക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പാപത്തെക്കുറിച്ച് ഓർമ്മിക്കാം. നിങ്ങൾ ഓരോരുത്തരും ആരാണോ പാപം ചെയ്യാത്തവർ അവരിവളെ കല്ലെറിയുക എന്ന് ഈശോ വ്യക്തമായി പറയുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, മറ്റൊരാളെ വിധിക്കാനായി നിൽക്കുന്ന മനുഷ്യരോട് ഈശോ പറയുന്നത്, നീ നിൻ്റെ പാപത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കാനുണ്ട്. തപസ്സുകാലം എനിക്ക് നൽകുന്ന ഒരു അനുഗ്രഹം ഇതാണ്. എൻ്റെ പാപത്തെക്കുറിച്ച് ചിന്തിച്ച് മറ്റു മനുഷ്യരെ വിധിക്കാനായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ആ വിധിയുടെ കല്ലുകൾ ഉപേക്ഷിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ ജീവിതം ഉപേക്ഷിച്ച്, മറ്റുള്ളവരെ ഹനിക്കണം എന്നുള്ള ചിന്തയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളൊരു വിളിയാണിത്. യേശുനാഥൻ ഇന്ന് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നതും ആ ഒരു ജീവിതത്തിലേക്കാണ്. അവസാനം ആ സ്ത്രീയോട് യേശുനാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, മേലിൽ പാപം ചെയ്യരുത്, പൊയ്ക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല. അപ്പോൾ യേശുനാഥന് നമ്മളോടും പറയുന്നത് തന്നെയാണ്. യേശുനാഥനും നമ്മെ വിധിക്കാനല്ല, രക്ഷിക്കാനും സ്നേഹിക്കാനും ക്ഷമിക്കാനും കാത്തിരിക്കുന്നവനാണ്. അപ്പം നമ്മളോട് പറയുന്നതും ഇതാണ്, ഈ പഴയ ജീവിതം ഉപേക്ഷിക്കുക, ഇനി മേലിൽ പാപം ചെയ്യാതെ യേശുനാഥനെ അനുഗമിക്കുന്ന മനുഷ്യരായി തീരുക എന്നാണ്. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈ തപസ് കാലത്ത് ആരെങ്കിലുമൊക്കെ വിധിക്കാനും നശിപ്പിക്കാനും ഒക്കെയുള്ള കല്ലുകളുമായാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് എൻ്റെ പാപത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അത് ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.